Hello everyone. Welcome back to Shrudi's Pharma World. Today we are going to discuss about suspension. As we all are familiar with suspensions are biphasic liquid dosage form of medicament in which finely divided solid particles are dispersed in a liquid or semi-solid vehicle. So that is the definition of suspension. Suspension എന്ന് പറയുമ്പോൾ അതൊരു ഫാർമസ്യൂട്ടിക്കൽ ഡോസേജ് ഫോം ആണ്. ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം ആണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഒരു ലിക്വിഡിനകത്തോ സെമി സോളിഡ് വെഹിക്കിളിനകത്തോ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് അത് കാണപ്പെടുന്നത്. ഇൻസോല്യൂബിൾ സോളിഡ് പാർട്ടിക്കിൾസിന്റെ സൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് 0.5 to 5 മൈക്രോൺസ് ആണ് വരുന്നത്. Suspensions are biphasic liquid dosage form of medicament in which finely divided solid particles ranging from 0.5 to 5 micron are dispersed in a liquid or semi-solid vehicle. Okay. എന്താണ് സസ്പെൻഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ, സസ്പെൻഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ അത് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. സസ്പെൻഷന്റെ കേസിൽ അതിനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസ് അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇൻസോല്യൂബിൾ സോളിഡ് പാർട്ടിക്കിൾസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ നടക്കണമെങ്കിൽ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ സസ്പെൻഷനകത്ത് സസ്പെൻഡിങ് ഏജൻസ് ഉള്ളതാണ്. അപ്പൊ സസ്പെൻഡിങ് ഏജൻസ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസിനെ യൂണിഫോം ആയിട്ട് ആ വെഹിക്കിളിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽ സസ്പെൻഷൻ ഇസ് എ കോസ് ഡിസ്പേർഷൻ ഇൻ വിച്ച് ഇന്റേണൽ ഫേസസ് ഡിസ്പേഴ്സ്ഡ് യൂണിഫോംലി ത്രൂ ഔട്ട് ദ എക്സ്റ്റേണൽ ഫേസ്. എക്സ്റ്റേണൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, അക്വസ് ഫേസ് ആണ്. ഇന്റേണൽ ഫേസ് എന്ന് പറയുന്നത് ഇൻസോല്യൂബിൾ സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. 0.5 to 5 മൈക്രോൺ സൈസ് റേഞ്ചിൽ വരുന്ന ഇൻസോല്യൂബിൾ സോളിഡ് പാർട്ടിക്കിൾസ് ആണ് ഇന്റേണൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി ഈ സസ്പെൻഷൻ, എന്തുകൊണ്ട് സസ്പെൻഷൻ, വൈ സസ്പെൻഷൻ, അതിനുള്ള റീസൺസ് ആണ് പറയുന്നത്. നമ്മുടെ ഡ്രഗ് ഡെലിവറി ചെയ്യേണ്ട വെഹിക്കിളിനകത്ത് ഇൻസോല്യൂബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് സൊല്യൂഷൻ ഫോമിൽ കൊടുക്കാൻ കഴിയില്ല. സോ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ബെറ്റർ ഫോം എന്ന് പറയുന്നത് സസ്പെൻഷൻ ആണ്. വെൻ ദ ഡ്രഗ് ഈസ് ഇൻസോല്യൂബിൾ ഇൻ ദ ഡെലിവറി വെഹിക്കിൾ. അതുപോലെ ബിറ്റർ ടേസ്റ്റ് ഉള്ള ഡ്രഗ് ആണെന്ന് കരുതുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. ക്ലോറാംഫെനിക്കോൾ ബിറ്റർ ടേസ്റ്റ് ഉള്ള ഡ്രഗ് ആണ്. സോ അത് മാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ക്ലോറാംഫെനിക്കോളിന്റെ ബിറ്റർ ടേസ്റ്റ് മാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ സസ്പെൻഷൻ ആക്കി മാറ്റുന്നു. ഒരു സ്യൂട്ടബിൾ ഫോമുല, അതായത് ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റ് എന്നുള്ള ഫോമില് നമ്മൾ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ബിറ്റർ ടേസ്റ്റ് മാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷനേക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് സസ്പെൻഷൻ ആണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾഡ് ആൻഡ് സസ്റ്റെയിൻഡ് ഡ്രഗ് റിലീസ് സസ്പെൻഷന്റെ കേസിൽ പോസിബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ സസ്പെൻഷൻ ഓപ്റ്റ് ചെയ്യാറുള്ളത്. ഒന്നുകിൽ ഡെലിവറി വെഹിക്കിളിൽ ഡ്രഗ് ഇൻസോല്യൂബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ്, സോ ആ ടേസ്റ്റ് മാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വേണം എന്ന് തോന്നുന്ന കേസിൽ സൊല്യൂഷനിൽ സ്റ്റേബിൾ അല്ലാത്ത ഡ്രഗ്സ് നമുക്ക് സസ്പെൻഷൻ ഫോമിൽ കൊടുക്കാവുന്നതാണ്. കൺട്രോൾഡ് ആൻഡ് സസ്റ്റെയിൻഡ് ഡ്രഗ് റിലീസ് ആവശ്യമുള്ള കേസിലൊക്കെ നമുക്ക് സസ്പെൻഷൻ ആണ് ബെറ്റർ ആയിട്ടുള്ള ഡോസേജ് ഫോം. ഇനി ക്വാളിറ്റീസ് ഓഫ് ഗുഡ് സസ്പെൻഷൻ. ഒരു ഗുഡ് സസ്പെൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് സെഡിമെന്റ് വളരെ സ്ലോ ആയിട്ട് സെറ്റിൽ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ചെറുതായി ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ തന്നെ അത് ഈസി ആയിട്ട് നമുക്ക് റീഡിസ്പേഴ്സ് ചെയ്യാനും പറ്റും. സെഡിമെന്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ കണ്ടെയ്നർ ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് നമുക്കത് റീഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടെയ്നറിനകത്ത് നിന്ന് നമുക്ക് സസ്പെൻഷൻ മറ്റൊരു കണ്ടെയ്നറിലോട്ട് ഈസി ആയിട്ട് പോർ ചെയ്യാനായിട്ട് സാധിക്കും. സസ്പെൻഷൻ കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. കെമിക്കലി ഇനേർട്ട് ആണെങ്കിൽ നമുക്കത് ഗുഡ് സസ്പെൻഷൻ ആണെന്ന് പറയാം. അതുപോലെ തന്നെ സെഡിമെന്റ് വളരെ സ്ലോ ആയിട്ടായിരിക്കണം സെറ്റിൽ ചെയ്യേണ്ടത്. ഈസി ആയിട്ട് റീഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റണം. സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് വളരെ പെട്ടെന്ന് തന്നെ കേക്ക് ഫോം ചെയ്യരുത്. സസ്പെൻഷനകത്ത് ലാർജർ പാർട്ടിക്കിൾസ് ഉണ്ടാവരുത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഗുഡ് സസ്പെൻഷൻ ആണ് എന്ന് പറയാം. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സസ്പെൻഷൻ. ബേസ്ഡ് ഓൺ ഫാർമസ്യൂട്ടിക്കൽ യൂസ് സസ്പെൻഷൻ 4 ടൈപ്പ് ആണുള്ളത്. ഓറൽ സസ്പെൻഷൻ, പാരന്റൽ സസ്പെൻഷൻ, എക്സ്റ്റേണൽ സസ്പെൻഷൻ ആൻഡ് ഒഫ്താൽമിക് സസ്പെൻഷൻ. അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ യൂസിനനുസരിച്ച് സസ്പെൻഷനെ 4ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓറൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഓറൽ റൂട്ട് വഴിയാണ്.
അപ്പം ഓറലി കൊടുക്കുന്ന സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബിറ്റർ ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അത്തരത്തിലുള്ള കേസിൽ ഫ്ലേവറിംഗ് ഏജൻസും സ്വീറ്റനിങ് ഏജൻസും ഒക്കെ ഈ ബിറ്റർ ടേസ്റ്റ് മാസ്ക് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡ്രഗിന്റെ ബിറ്റർ ടേസ്റ്റ് മാസ്ക് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട് ഫ്ലേവറിംഗ് ഏജൻസും സ്വീറ്റനിങ് ഏജൻസും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ക്ലോറാംഫെനിക്കോളിന്റെ കേസിൽ ക്ലോറാംഫെനിക്കോളിന് ബിറ്റർ ടേസ്റ്റ് ആണ് ഉള്ളത്. സോ അതിന്റെ ഏറ്റവും നല്ല, അതായത് മോസ്റ്റ് പാലറ്റബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലോട്ട് അത് മാറ്റുന്നു. ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റ് സസ്പെൻഷൻ ആണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുക. ഇനി സസ്പെൻഷൻസ് ഇപ്പോ ഡ്രൈ പൗഡർ ഫോമിൽ അവൈലബിൾ ആണ്. അതായത് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ യൂസ് ചെയ്ത് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പൗഡേർഡ് ഡ്രൈ ഫോമിലുള്ള ഡ്രഗ്സ് അവൈലബിൾ ആണ്. ആന്റിബയോട്ടിക്സ് ഒക്കെയാണ് പീഡിയാട്രിക് യൂസിന് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് സസ്പെൻഷൻസ് ആണ് ഇത്തരത്തില് ഡ്രൈ പൗഡർ ഫോമില് വരുന്നത്. അപ്പം ഓറൽ സസ്പെൻഷനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓറൽ സസ്പെൻഷനകത്ത് എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ക്ലോറാംഫെനിക്കോളിന്റെ ബിറ്റർ ടേസ്റ്റ് ആണ്. സോ അത് മാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റ് സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യുന്നു. പീഡിയാട്രിക് യൂസിന് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സ് ഡ്രൈ പൗഡർ ഫോമിൽ അവൈലബിൾ ആണ്. അതായത് ഫ്രഷ്ലി ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ യൂസ് ചെയ്ത് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൗഡേർഡ് ഡ്രൈ ഫോമില് സസ്പെൻഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് എക്സ്റ്റേണലി അപ്ലൈഡ് സസ്പെൻഷൻ. എക്സ്റ്റേണലി അപ്ലൈഡ് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ കലാമിൻ ലോഷൻ, ഇൻഹലേഷൻസ്, ഇയർ ഡ്രോപ്സ്. അപ്പം ഈ എക്സ്റ്റേണൽ സസ്പെൻഷനകത്തും പാർട്ടിക്കിൾസ്, അതായത് സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഗ്രിറ്റിനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഡിസ്കംഫർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടിക്കിൾസിന്റെ സൈസ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ലോഷൻസ് ആണ്, ലോഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇവാപറേറ്റ് ചെയ്യുകയും മെഡിക്കമെന്റ്സിന്റെ ഒരു നേരിയ ലെയർ മാത്രം അതിന്റെ സർഫസിൽ ലീവ് ചെയ്തിട്ടായിരിക്കും ആ മെഡിക്കമെന്റ്സ് എല്ലാം ഇവാപറേറ്റ് ചെയ്യുന്നത്. സോ ലോഷൻസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു സസ്പെൻഷൻ എക്സാമ്പിൾ ആണ്. കലാമിൻ ലോഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊട്ടക്റ്റീവ് എഫക്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണലി അപ്ലൈഡ് സസ്പെൻഷൻ ആണ് കലാമിൻ ലോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരൻട്രൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? പാരൻട്രൽ റൂട്ട് വഴിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. പാർട്ടിക്കിൾ സൈസ് സ്മോൾ ആയിരിക്കണം, അതായത് സിറിഞ്ച് വഴിയാണല്ലോ പാരൻട്രൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഹൈപ്പോഡെർമിക് നീഡിൽ വഴി ഈസി ആയിട്ട് പാസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പാർട്ടിക്കിൾ സൈസ് ആയിരിക്കണം പാരൻട്രൽ സസ്പെൻഷനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. പാരന്റൽ സസ്പെൻഷൻ സ്റ്റോർ ചെയ്താലും ക്രിസ്റ്റൽ ഗ്രോത്ത് ഉണ്ടാവാൻ പാടില്ല. ക്രിസ്റ്റൽ ഗ്രോത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സസ്പെൻഷന്റെ സ്റ്റെബിലിറ്റിനെ ബാധിക്കും. നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് നീഡിൽ വഴി അത് ഈസി ആയിട്ട് മൂവ് ചെയ്യില്ല, ഫ്ലോ ചെയ്യില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പാരന്റൽ സസ്പെൻഷൻ അകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.5 to 30% ആണ്. സസ്പെൻഷന്റെ വിസ്കോസിറ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സസ്പെൻഷന്റെ വിസ്കോസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഫ്ലോബിലിറ്റിനെ ബാധിക്കും. അപ്പൊ നീഡിലിന്റെ അകത്തൂടെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. അപ്പോ പാരലൽ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള പാർട്ടിക്കിൾ സൈസ് ശ്രദ്ധിക്കണം, സസ്പെൻഷന്റെ വിസ്കോസിറ്റി ശ്രദ്ധിക്കണം, സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. സോളിഡ് പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ, പാരലൽ സസ്പെൻഷനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.5 to 30% തന്നെ അല്ലേ എന്നും ഉറപ്പുവരുത്തണം. ഇത്തരത്തിലുള്ള സസ്പെൻഷൻ എല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രൊക്കീൻ, പെൻസിലിൻ ജി, ഇൻസുലിൻ സിങ്ക് സസ്പെൻഷൻ മുതലായവയാണ്. നെക്സ്റ്റ് ഒഫ്താൽമിക് സസ്പെൻഷൻ. ഒഫ്താൽമിക് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഇയർ ഡ്രോപ്പിന്റെ അത്ര തന്നെ കോമൺലി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സസ്പെൻഷൻ അല്ല ഒഫ്താൽമിക് സസ്പെൻഷൻ. ഒഫ്താൽമിക് സസ്പെൻഷന്റെയും പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് വളരെ ഫൈൻ ആയിരിക്കണം. കണ്ണിനകത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഇറിറ്റേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടിക്കിൾ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം, ഐസോട്ടോണിക് ആയിരിക്കണം, ഡിസൈഡ് വിസ്കോസിറ്റി ആയിരിക്കണം ഒഫ്താൽമിക് സസ്പെൻഷന് ഉണ്ടായിരിക്കേണ്ടത്. അപ്പം ഫാർമസ്യൂട്ടിക്കൽ യൂസിനനുസരിച്ച് 4 ടൈപ്പ് സസ്പെൻഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പാരന്റൽ സസ്പെൻഷൻ, ഒഫ്താൽമിക് സസ്പെൻഷൻ, സസ്പെൻഷൻ ഫോർ എക്സ്റ്റേണൽ യൂസ് and oral suspension. Next, based on the proportion of solid particles, suspensions are of 2 types: dilute suspensions and concentrated suspensions. Dilute suspension എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സോളിഡ് കണ്ടന്റ് എന്ന് പറയുന്നത് 2 to 10% weight per volume ആണ്. എക്സാമ്പിൾ കോർട്ടിസോൺ അസറ്റേറ്റ്, പ്രെഡ്നിസോലോൺ അസറ്റേറ്റ്. കോൺസെൻട്രേറ്റഡ് സസ്പെൻഷൻ അകത്തുള്ള സോളിഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ 50% weight per volume ആണ്.
Example, zinc oxide suspension. Next, based on electrokinetic nature of solid particles, flocculated suspension, deflocculated suspension. Flocculated and deflocculated suspension കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. Based on the size of solid particles, there are three types of suspension: colloidal suspension, coarse suspension, nano suspension. Colloidal suspensions എന്ന് പറയുമ്പോൾ particle size range less than 1 micron, coarse suspension greater than 1 micron, nano suspension 10 nanogram. So these are the classifications of suspension. ഇനി flocculated and deflocculated suspension കുറിച്ച് നോക്കാം. Flocculated suspension എന്ന് പറയുമ്പോൾ flocculated suspension അകത്ത് dispersed phase-ലുള്ള solid particles, insoluble solid particles, അതിൽ network-like structure form ചെയ്യും. Loose aggregates of network-like structure flocculated suspension അകത്ത് form ചെയ്യുന്നുണ്ട്. അതേസമയം ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസ് എല്ലാം തന്നെ സിംഗിൾ എൻറ്റൈറ്റി ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിൽ ലൂസ് അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്നു, ഒരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിൽ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിൽ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് സ്ലോ ആണ്. ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിൽ സെഡിമെന്റ് റാപ്പിഡ്ലി ഫോം ചെയ്യും. ഓർക്കുക, ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ അകത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ അഗ്രിഗേറ്റ് ചെയ്ത്, അതായത് ലൂസ് അഗ്രിഗേഷൻ ആണ് നടക്കുന്നത്, അല്ലാതെ ക്ലോസ്ലി അഗ്രിഗേറ്റ് ചെയ്യുന്നില്ല. ലൂസ് അഗ്രിഗേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. സെഡിമെന്റ് വളരെ പെട്ടെന്ന് തന്നെ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന ആ സെഡിമെന്റ് നമുക്ക് ഈസി ആയിട്ട് റീഡിസ്പേഴ്സ് ചെയ്യാനും പറ്റും. ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിൽ റാപ്പിഡ്ലി സെഡിമെന്റ് ഫോം ചെയ്യും. അത് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്താൽ തന്നെ റീഡിസ്പേഴ്സ് ചെയ്യാനും സാധിക്കും. അതാണ് ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. സെഡിമെന്റ് എങ്ങനെയാണ്? ലൂസ്ലി പാക്ഡ് ആണ്, ഹാർഡ് കേക്ക് ഫോം ചെയ്യുന്നില്ല. അതേസമയം ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിലോ ഹാർഡ് കേക്കാണ് ഫോം ചെയ്യുക. സെഡിമെന്റ് വളരെ പതുക്കെ ഫോം ചെയ്യുള്ളൂ. വളരെ പതുക്കെ ഫോം ചെയ്താലും അത് റീഡിസ്പേഴ്സ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ഹാർഡ് കേക്കാണ് ഫോം ചെയ്യുക, റീഡിസ്പേഴ്സ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിൽ സൂപ്പർനേറ്റിയൻ ലിക്വിഡ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കും. ലൂസ് നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ഫോം ചെയ്യുക. ലൂസ് അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്നു, നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അപ്പോൾ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ അകത്തുള്ള സൂപ്പർനേറ്റിയൻ ലിക്വിഡ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. അതേസമയം ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ അകത്ത് ഹാർഡ് കേക്ക് ആണ് ഫോം ചെയ്യുക. സൂപ്പർനേറ്റിയൻ ലിക്വിഡ് എന്ന് പറയുന്നത് ക്ലിയർ അല്ല. ഫ്ലോക്യൂൾസ് സ്റ്റിക്ക് ടു ദ സൈഡ്സ് ഓഫ് ദി ബോട്ടിൽ. ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിൽ കണ്ടെയ്നറിന്റെ സൈഡ്സിലൊക്കെ ഫ്ലോക്യൂൾസ് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിൽ ഫ്ലോക്യൂൾസ് ഡു നോട്ട് സ്റ്റിക്ക് ടു ദ സൈഡ്സ് ഓഫ് ദി ബോട്ടിൽ. ബോട്ടിലിന്റെ സൈഡ്സിൽ ഫ്ലോക്യൂൾസ് സ്റ്റിക്ക് ചെയ്യില്ല. ഇനി സസ്പെൻഷൻ ഇസ് നോട്ട് പ്ലീസിംഗ് ഇൻ അപ്പിയറൻസ് ഇൻ കേസ് ഓഫ് ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് നോട്ട് പ്ലീസിംഗ് ആണ്. അതേസമയം ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കേസിൽ സസ്പെൻഷൻ പ്ലീസിംഗ് ഇൻ അപ്പിയറൻസ്. അപ്പൊ ഇതാണ് ഫ്ലോക്കുലേറ്റഡ് ആൻഡ് ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഇലക്ട്രോകൈനറ്റിക് പ്രോപ്പർട്ടീസിന്റെ ബേസിലാണ് സസ്പെൻഷനെ ഫ്ലോക്കുലേറ്റഡ് ആൻഡ് ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സസ്പെൻഷന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ കെമിക്കൽ സ്റ്റെബിലിറ്റി, ചില ഡ്രഗ്സിന്റെ കേസിൽ സസ്പെൻഷൻ കെമിക്കൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പ്രൊക്കെയിൻ, പെൻസിലിൻ ജി സസ്പെൻഷൻ ഫോമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ് എന്ന് കാണാം. ഹയർ ബയോ അവൈലബിലിറ്റി, സൊല്യൂഷനേക്കാൾ ബയോ അവൈലബിലിറ്റി കൂടുതലാണ് സസ്പെൻഷന്. കൊളോയിഡ്സിനേക്കാൾ ബയോ അവൈലബിലിറ്റി കൂടുതലാണ് സസ്പെൻഷന്. അപ്പൊ സൊല്യൂഷനും കൊളോയിഡ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ളത് സസ്പെൻഷൻ ആണ്. എന്നാൽ ടാബ്ലറ്റ്സിനെയും ക്യാപ്സ്യൂളിനേക്കാളൊക്കെ ബയോ അവൈലബിലിറ്റി സസ്പെൻഷന് കുറവാണ്. എങ്കിൽ കൂടെ സൊല്യൂഷനെയും കൊളോയിഡ്സിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് സസ്പെൻഷൻ ആണ്. അത് അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഡ്യൂറേഷൻ ആൻഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പ്രോട്ടമിൻ, സിങ്ക്, ഇൻസുലിൻ സസ്പെൻഷൻ ആണ് അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. സസ്റ്റെയിൻഡ് റിലീസ് ഡോസേജ് ഫോംസ് നമുക്ക് സസ്പെൻഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അൺപ്ലസന്റ് ടേസ്റ്റ് മാസ്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് സസ്പെൻഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എക്സാമ്പിൾ ക്ലോറാംഫെനിക്കോൾ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സെഡിമെന്റേഷൻ ഡ്രഗിന്റെ സ്റ്റെബിലിറ്റിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യൂണിഫോം ആൻഡ് ആക്യുറേറ്റ് ഡോസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഡിഫിക്കൽട്ട് ആണ്.
ഈ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് ഡോസേജ് ഫോം ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെയാണ് എന്നുണ്ടെങ്കിൽ യൂണിഫോം ആൻഡ് ആക്യുറേറ്റ് ഡോസ് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അഡ്മിനിസ്റ്റർ ചെയ്യാൻ സസ്പെൻഷന്റെ കേസിൽ ബുദ്ധിമുട്ടാണ്. ഫോർമുലേഷൻ ഓഫ് സസ്പെൻഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സിനെ കുറിച്ചാണ്. ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്സ്, തിക്കനിങ് ഏജന്റ്സ്, വെറ്റിംഗ് ഏജന്റ്സ്, പ്രിസർവേറ്റീവ്സ്, ഓർഗാനോലെക്റ്റിക് അഡിറ്റീവ്സ് ഒക്കെയാണ് സസ്പെൻഷന്റെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റിന് എക്സാമ്പിൾ ആണ് സർഫക്റ്റന്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്. സർഫക്റ്റന്റ് ഓർ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് ദിസ് ആർ ആക്ട് ആസ് ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്സ്. എക്സാമ്പിൾ ആണ് സോഡിയം ലോറൈൽ സൾഫേറ്റ്, പീൻ, സ്പാൻ, കാർബോവാക്സസ് മുതലായവ. തിക്കനിങ് ഏജന്റ്സ് എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തിക്കനിങ് ഏജൻസ് യൂസ് ചെയ്യുന്നത്. ദിസ് തിക്കനിങ് ഏജൻസ് ആർ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് വിച്ച് ഫോം കൊളോയിഡൽ ഡിസ്പേർഷൻ വിത്ത് വാട്ടർ. ദേ ഇൻക്രീസ് ദ വിസ്കോസിറ്റി ഓഫ് ദ കണ്ടിന്യൂസ് ഫേസ്. തിക്കനിങ് ഏജൻസ് എന്തിനാണ് സസ്പെൻഷനകത്തോട്ടേക്ക് ആഡ് ചെയ്യുന്നത്? തിക്കനിങ് ഏജൻസ് ആഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഫേസിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കണ്ടിന്യൂസ് ഫേസിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് അതിനകത്ത് റിമെയിൻ സസ്പെൻഡഡ് ആയിട്ട് തന്നെ കുറേ നേരം കിടക്കും. സോ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. തിക്കനിങ് ഏജൻസ് ആഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഫേസിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുകയും അതിനകത്തുള്ള ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ്, അതായത് ഇൻസോല്യൂബിൾ സോളിഡ് പാർട്ടിക്കിൾസ് ആ കണ്ടിന്യൂസ് ഫേസിനകത്ത്, വിസ്കോസിറ്റി കൂടുതലുള്ള കണ്ടിന്യൂസ് ഫേസിനകത്ത് റിമെയിൻ സസ്പെൻഡഡ് ആയിട്ട് തന്നെ കുറെ നേരത്തേക്ക് കാണപ്പെടുകയും അങ്ങനെ നമുക്ക് ആ സസ്പെൻഷന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് തിക്കനിങ് ഏജൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. തിക്കനിങ് ഏജൻസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ആണുള്ളത്: പോളിസാക്കറൈഡ്സ്, ഇനോർഗാനിക് ഏജൻസ് ആൻഡ് സിന്തറ്റിക് കോമ്പൗണ്ട്സ്. പോളിസാക്കറൈഡ്സിനകത്ത് വരുന്നതാണ് നാച്ചുറൽ പോളിസാക്കറൈഡ്സ് ആൻഡ് സെമി സിന്തറ്റിക് പോളിസാക്കറൈഡ്സ്. ഓക്കെ, തിക്കനിങ് ഏജൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ പോളിസാക്കറൈഡ്സ് വരുന്നുണ്ട്, ഇനോർഗാനിക് സാൾട്സ് വരുന്നുണ്ട്, സിന്തറ്റിക് കോമ്പൗണ്ട്സ് വരുന്നുണ്ട്. പോളിസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ പോളിസാക്കറൈഡ്സ് ആൻഡ് സെമി സിന്തറ്റിക് പോളിസാക്കറൈഡ്സ്. ഇനോർഗാനിക് ഏജൻസിൽ വരുന്നതാണ് ക്ലേ, അലുമിനിയം ഹൈഡ്രോക്സൈഡ്. സിന്തറ്റിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ് കാർബോമർ ആൻഡ് കൊളോയിഡൽ സിലിക്കോൺ ഡയോക്സൈഡ്. കൊളോയിഡൽ സിലിക്കോൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? തിക്കനിങ് ഏജന്റ് ആണ് കേട്ടോ. പോളിസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ് ഗം അക്കീഷ്യ, ട്രഗാഗാൻ, സ്റ്റാർച്ച്, സോഡിയം ആൽജിനേറ്റ്. സെമി സിന്തറ്റിക് പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ ആണ് മീഥൈൽ സെല്ലുലോസ്, സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ് ആൻഡ് മൈക്രോക്രിസ്റ്റലൈൻ സെല്ലുലോസ്. നെക്സ്റ്റ് വെറ്റിംഗ് ഏജൻസിനെ കുറിച്ച് പറയുമ്പോൾ വെറ്റിംഗ് ഏജൻസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സോളിഡ് പാർട്ടിക്കിൾസിനും ലിക്വിഡ് മീഡിയത്തിനും ഇടയിലുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ റിഡ്യൂസ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് വെറ്റിംഗ് ഏജൻസ് യൂസ് ചെയ്യുന്നത്. ആൽക്കഹോൾ ഇൻ ട്രഗാഗാൻ മ്യൂസിലേജ്, ഗ്ലിസറിൻ ഇൻ സോഡിയം ആൽജിനേറ്റ് ഓർ ബെൻഡോണൈറ്റ് ഡിസ്പേർഷൻ. ഗ്ലിസറിൻ in sodium alginate or bentonite dispersion, polysorbate in oral and parenteral suspension. These are the examples for wetting agents. Preservatives ആയിട്ട് യൂസ് ചെയ്യുന്നത് ബെൻസോയിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, മീഥൈൽ പരാബൻ, പ്രൊപ്പൈൽ പരാബൻ മുതലായവയാണ്. ഓർഗാനോലെപ്റ്റിക് അഡിറ്റീവ്സ് എന്ന് പറയുമ്പോൾ കളറിംഗ് ഏജൻസ് ഉണ്ട്, സ്വീറ്റനിങ് ഏജൻസ് ഉണ്ട്, ഫ്ലേവറിംഗ് ഏജൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സസ്പെൻഷന്റെ ഫോർമുലേഷനകത്ത് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. Suspensions are 4 types according to the method of dispensing. Method of dispensing അനുസരിച്ച് സസ്പെൻഷൻസ് എന്ന് പറയുമ്പോൾ 4 ടൈപ്പ് ആണുള്ളത്. ഒന്ന് സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സോളിഡ്സ്, 2 സസ്പെൻഷൻസ് കണ്ടെയ്നിങ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ്, 3 സസ്പെൻഷൻസ് കണ്ടെയ്നിങ് precipitate forming liquids, 4 സസ്പെൻഷൻസ് produced by chemical reactions. സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഇൻസോല്യൂബിൾ പൗഡർ സബ്സ്റ്റൻസസ് ആണ് സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സോളിഡ്സ്. ഡിഫ്യൂസിബിൾ സോളിഡ്സ് ആണ് insoluble powder substances which are light in weight, and these are readily mixed with water and remain suspended throughout the liquid for sufficient long time after shaking. Calcium carbonate, light magnesium carbonate, magnesium trisilicate, rhubarb powder, light kaolin മുതലായവയാണ് എക്സാമ്പിൾസ്. സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഡിഫ്യൂസിബിൾ സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ് കാൽസ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, ലൈറ്റ് മെഗ്നീഷ്യം കാർബണേറ്റ്, റുബാർബ് പൗഡർ, ലൈറ്റ് കയോലിൻ മുതലായവ. These are insoluble powder substances and which are light in weight. അത് വാട്ടറുമായിട്ട് റെഡിലി മിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ലോങ് ടൈം നമ്മുടെ വെഹിക്കിളിനകത്ത് സസ്പെൻഡഡ് ഫോമിൽ കാണപ്പെടുകയും ചെയ്യുന്നു. അതാണ് സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സോളിഡ്സ്. ഡിഫ്യൂസിബിൾ സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ് കാൽസ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, റുബാർബ് പൗഡർ, ലൈറ്റ് കയോളിൻ, ലൈറ്റ് മെഗ്നീഷ്യം കാർബണേറ്റ് മുതലായവ.
Suspension containing indiffusible solids എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this do not dissolve in water. Indiffusible solids are not dissolved in water. അത് യൂണിഫോം ആയിട്ട് വെഹിക്കിളിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ലോങ് ടൈം ഇവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കത്തില്ല. എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് ആണ് കലാമിൻ, ഹൈഡ്രോകോർട്ടിസോൺ, സൾഫർ പ്രസിപ്പിറ്റേറ്റഡ്, സിങ്ക് ഓക്സൈഡ് മുതലായവ. ഇന്റേണലി യൂസ് ചെയ്യുന്ന ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് ആണ് ആസ്പിരിൻ, അരോമാറ്റിക് ചോക്ക് പൗഡർ, ചോക്ക്, ഫിനോബാർബിറ്റോൺ, സൾഫാഡിമിഡിൻ, സക്സിനൽ, സൾഫ, തൈസോൾ മുതലായവ. അപ്പോൾ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന സസ്പെൻഷൻ കണ്ടെയ്നിങ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് ഏതൊക്കെയാണ്? കലാമിൻ, ഹൈഡ്രോകോർട്ടിസോൺ, സൾഫർ പ്രസിപ്പിറ്റേറ്റഡ്, സിങ്ക് ഓക്സൈഡ്. ഇന്റേണലി യൂസ് ചെയ്യുന്നതാണ് ആസ്പിരിൻ, അരോമാറ്റിക് ചോക്ക് പൗഡർ, ചോക്ക്, ഫിനോബാർബിറ്റോൺ, സൾഫാഡിമിഡിൻ, സക്സിനൽ, സൾഫ, തൈസോൾ മുതലായവ. മെത്തേഡ് ഓഫ് ഡിസ്പെൻസിംഗിനനുസരിച്ച് സസ്പെൻഷൻസ് ആർ ഓഫ് 4 ടൈപ്പ്. സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സോളിഡ്സ്. ഡിഫ്യൂസിബിൾ സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ് കാൽസ്യം കാർബണേറ്റ്, ലൈറ്റ് മെഗ്നീഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, റൂബാർ പൗഡർ ആൻഡ് ലൈറ്റ് കയോളിൻ. സസ്പെൻഷൻ കണ്ടെയ്നിങ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സിന് എക്സാമ്പിൾ ആണ് കലാമിൻ, ഹൈഡ്രോകോർട്ടിസോൺ, സൾഫർ പ്രസിപ്പിറ്റേറ്റഡ്, സിങ്ക് ഓക്സൈഡ്, ആസ്പിരിൻ, അരോമാറ്റിക് ചോക്ക് പൗഡർ, ചോക്ക്, ഫിനോബാർബിറ്റോൺ, സൾഫാഡിമിഡിൻ, സക്സിനൽ, സൾഫ, തൈസോൾ മുതലായവ. നെക്സ്റ്റ്, സസ്പെൻഷൻസ് കണ്ടെയ്നിങ് പ്രസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ്. പ്രസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ലിക്വിഡ്സിനകത്തോട്ടേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡ് പ്രിപ്പറേഷൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണത്? അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോമ്പൗണ്ട് ബെൻസോയിൻ ടിഞ്ചർ, ബെൻസോയിക് ടിഞ്ചർ, മിർ ടിഞ്ചർ മുതലായവയൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ലിക്വിഡ്സ് എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. മാത്രമല്ല അതിനകത്തോട്ടേക്ക് അതിനകത്ത് സാൾട്ട് ഉണ്ടെങ്കിൽ, സാൾട്ട് അതിനകത്ത് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻസോല്യൂബിൾ പ്രസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യുകയും ചെയ്യും. അതിനകത്ത് റെസിനസ് മാറ്റർ ഉണ്ട്. ഇപ്പൊ വാട്ടർ ആഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ റെസിൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും അത് ഏത് ബോട്ടിലാണോ ഉള്ളത് ആ ബോട്ടിലിന്റെ സൈഡ്സിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇത് ഷേക്ക് ചെയ്താലും റീഡിഫ്യൂസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും പിന്നീട്. നെക്സ്റ്റ്, സസ്പെൻഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻസ്. സസ്പെൻഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഹൈലി ഡൈലൂട്ടഡ് സൊല്യൂഷൻസ് ഓഫ് റിയാക്ടൻസ് മിക്സ് ചെയ്ത് ഫൈൻലി ഡിവൈഡഡ് പ്രസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യുന്നു. അപ്പം അത് ഷേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സസ്പെൻഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ദ പ്രസിപ്പിറ്റേറ്റ് ഫോംഡ് ഡിഫ്യൂസിബിൾ ഇൻ നേച്ചർ. ഡിഫ്യൂസിബിൾ നേച്ചറിലുള്ള പ്രസിപ്പിറ്റേറ്റ്സ് ആണ് കെമിക്കൽ റിയാക്ഷൻസ് വഴി ഫോം ചെയ്യുന്നത്. ഹൈലി ഡൈലൂട്ടഡ് സൊല്യൂഷൻസ് ഓഫ് റിയാക്ടൻസ് മിക്സ് ചെയ്തിട്ടാണ് ഫൈൻലി ഡിവൈഡഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ ഫോം ചെയ്യുന്നത്. സസ്പെൻഷന്റെ പ്രത്യേകത എന്നുള്ളത് ഡിഫ്യൂസിബിൾ നേച്ചറിലുള്ള പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും ആ സസ്പെൻഷനകത്തുള്ളത് എന്നുള്ളതാണ്. സ്റ്റെബിലിറ്റി ഓഫ് സസ്പെൻഷൻ. എങ്ങനെയാണ് ഒരു സസ്പെൻഷൻ സ്റ്റേബിൾ ആണ് എന്ന് പറയാൻ പറ്റുന്നത്? പ്രിപ്പയർ ചെയ്ത സസ്പെൻഷൻ ചെറുതായി ഒന്ന് ഷേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഈസി ആയിട്ട് റീഡിസ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റേബിൾ സസ്പെൻഷൻ ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ ആ സസ്പെൻഷന്റെ ഷെൽഫ് ലൈഫിലുടനീളം നമുക്ക് ആ സസ്പെൻഷൻ ഈസി ആയിട്ട് പോർ ചെയ്യാൻ സാധിക്കണം. മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് സസ്പെൻഷൻ. സസ്പെൻഷൻ സ്റ്റെബിലിറ്റിയുടെ ഇവാലുവേഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെഡിമെന്റേഷൻ മെത്തേഡ്, മൈക്രോമററ്റിക് മെത്തേഡ്, റിയോളജിക്കൽ മെത്തേഡ്, ഇലക്ട്രോകൈനറ്റിക് മെത്തേഡ്. These are the methods used for the evaluation of the stability of suspension. സെഡിമെന്റേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സസ്പെൻഷൻ സ്റ്റേബിൾ ആണോ, സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെഡിമെന്റേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു മെഷറിംഗ് സിലിണ്ടർ എടുക്കുന്നു. ആ മെഷറിംഗ് സിലിണ്ടറിലോട്ട് സസ്പെൻഷൻ ഫില്ല് ചെയ്യുന്നു. 100 ml സസ്പെൻഷൻ നമ്മൾ ആ മെഷറിംഗ് സിലിണ്ടറിന്റെ അകത്തോട്ടേക്ക് ആഡ് ചെയ്തു. അതിന് ശേഷം ആ സിലിണ്ടർ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ സർട്ടൻ ടൈം വെക്കുന്നു. അതിനുശേഷം അൾട്ടിമേറ്റ് ഹൈറ്റ് ഓഫ് സെഡിമെന്റും ഒറിജിനൽ ഹൈറ്റ് ഓഫ് സസ്പെൻഷനും നമ്മൾ മെഷർ ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മളൊരു മെഷറിംഗ് സിലിണ്ടർ എടുത്തു. ആ മെഷറിംഗ് സിലിണ്ടറിനകത്തോട്ടേക്ക് 100 ml സസ്പെൻഷൻ നമ്മൾ ഒഴിച്ചു. അതിനുശേഷം അത് കുറച്ചു നേരം അൺഡിസ്റ്റർബ്ഡ് ആക്കി വെക്കുന്നു. അപ്പൊ ഈ സസ്പെൻഷന്റെ ഒറിജിനൽ ഹൈറ്റ് എന്ന് പറയുന്നത് 100 ml ആണ്. ഇനി കുറച്ചു നേരം അൺഡിസ്റ്റർബ്ഡ് പൊസിഷനിൽ വെക്കുന്ന സമയത്ത് അതിനകത്ത് സെഡിമെന്റ് ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സെഡിമെന്റ് ഫോം ചെയ്ത് സെഡിമെന്റ് ഏകദേശം ഒരു മെഷറിംഗ് സിലിണ്ടറിന്റെ 50 ml വരെ സെഡിമെന്റ് ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കും. ഒറിജിനൽ ഹൈറ്റ് ഓഫ് സസ്പെൻഷൻ എത്രയാണ് എന്നുള്ളതും എത്ര ഹൈറ്റിലാണ് സെഡിമെന്റ് ഫോം ചെയ്തത് എന്നുള്ളതും നോക്കും.
ഇനി സെഡിമെന്റേഷൻ വോളിയം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഹൈറ്റ് ഓഫ് സെഡിമെന്റ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് സസ്പെൻഷൻ. അപ്പൊ അൾട്ടിമേറ്റ് ഹൈറ്റ് ഓഫ് സെഡിമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ഡിവൈഡഡ് ബൈ 100. 100 എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ വോളിയം ഓഫ് സസ്പെൻഷൻ അല്ലെ, അല്ലെങ്കിൽ ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് സസ്പെൻഷൻ, അതാണ് 100 ml എന്ന് പറയുന്നത്. അപ്പൊ 50/100 എന്ന് പറയുമ്പോൾ 0.5. അപ്പൊ ഇവിടെ 0.5 ആണ് സെഡിമെന്റേഷൻ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സെഡിമെന്റേഷൻ വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം സെഡിമെന്റേഷൻ വോളിയം ടൈമിന് എഗെയിൻസ്റ്റ് ഗ്രാഫ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സസ്പെൻഷന്റെ സ്റ്റോർ ചെയ്യുന്ന സമയത്തുള്ള ആ സസ്പെൻഷന്റെ സെഡിമെന്റേഷൻ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്റ്റേബിൾ സസ്പെൻഷൻ ആണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ലഭിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും, ലെസ് സ്റ്റീപ്പ് കർവ് ഉള്ള ഗ്രാഫ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പൊ സെഡിമെന്റേഷൻ വോളിയം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? അൾട്ടിമേറ്റ് ഹൈറ്റ് ഓഫ് സെഡിമെന്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഹൈറ്റ് ഓഫ് സസ്പെൻഷൻ. നെക്സ്റ്റ് മൈക്രോമെറിറ്റിക് മെത്തേഡ് ആണ്. മൈക്രോമെറിറ്റിക് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മൈക്രോമെറിറ്റിക് മെത്തേഡ്സ് അനുസരിച്ച്, അതായത് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ കോൾട്ടർ കൗണ്ടർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ക്രിസ്റ്റൽ ഹാബിറ്റ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സസ്പെൻഷനകത്തുള്ള പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം. എന്നാൽ ഈ സസ്പെൻഷൻ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റൽ ഗ്രോത്ത് ഉണ്ടാകാനും ലംസ് ഫോം ചെയ്ത് കേക്ക് ഫോം ചെയ്യാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ലംസ് ഫോം ചെയ്തിട്ടുണ്ടോ, കേക്ക് ഫോം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ക്രിസ്റ്റൽ ഹാബിറ്റ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അത് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പിയും വാൾട്ടർ കൗണ്ടർ മെത്തേഡും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് സസ്പെൻഷന്റെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് സെഡിമെന്റേഷൻ മെത്തേഡ് ആയിരുന്നു, രണ്ടാമത്തേത് മൈക്രോമെറിറ്റിക് മെത്തേഡ്. ഇനി മൂന്നാമത്തേത് റിയോളജിക്കൽ മെത്തേഡാണ്. റിയോളജിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ സസ്പെൻഷന്റെ വിസ്കോസിറ്റി മനസ്സിലാക്കുകയാണ്. വിസ്കോസിറ്റി അപ്രോപ്രിയേറ്റ് വിസ്കോമീറ്റർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്നു. അപ്പോൾ വിസ്കോസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സസ്പെൻഷന്റെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോ കൈനറ്റിക് മെത്തേഡ് ആണ്. ഇലക്ട്രോ കൈനറ്റിക് മെത്തേഡിനകത്ത് സീറ്റ പൊട്ടൻഷ്യൽ ഓഫ് സസ്പെൻഷൻ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇലക്ട്രോഫോററ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് ആ സസ്പെൻഷന്റെ സീറ്റ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നു. സീറ്റ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സസ്പെൻഷൻ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്റ്റേബിൾ സസ്പെൻഷൻ ഒരു പെർട്ടിക്കുലർ റേഞ്ചിലായിരിക്കും സീറ്റ പൊട്ടൻഷ്യൽ വരിക. അത് നോക്കിയിട്ട് നമുക്ക് ആ സസ്പെൻഷന്റെ സ്റ്റെബിലിറ്റി പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവാലുവേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മെത്തേഡ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇലക്ട്രോ കൈനറ്റിക് മെത്തേഡ്, റിയോളജിക്കൽ മെത്തേഡ്, സെഡിമെന്റേഷൻ മെത്തേഡ് ആൻഡ് മൈക്രോമെറിറ്റിക് മെത്തേഡ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ സസ്പെൻഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.